Hello, dear students. Welcome back to ISKSC English. Okay, dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ പേപ്പറിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് റൈറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ക്ലാസ്സിൻ്റെ യൂണിറ്റിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് പാരഗ്രാഫ്സ് ആണ്. പാരഗ്രാഫ് എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ റൈറ്റിംഗ് പാരഗ്രാഫ്, അതായത് പാരഗ്രാഫ് റൈറ്റിംഗ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പലതരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെയാണ് പറഞ്ഞത് അല്ലേ, 4 തരത്തിലുള്ള സെൻറ്റൻസുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പാരഗ്രാഫ് എഴുതാണ്, പാരഗ്രാഫ് റൈറ്റിംഗ്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് പാരഗ്രാഫിൻ്റെ പ്രത്യേകത? എ പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ഫ്യൂ സെൻറ്റൻസസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൽ ഏതാനും സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും. ആ സെൻറ്റൻസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ടോപ്പിക്, ഒരു പ്രത്യേക ടോപ്പിക്കുമായി ബന്ധപ്പെട്ട, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏതാനും സെൻറ്റൻസുകൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു പാരഗ്രാഫ്. അപ്പോൾ ഒരു പാരഗ്രാഫിൽ ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പാരഗ്രാഫ്, ആ പാരഗ്രാഫിലെ കേന്ദ്ര ആശയം, ആ ഒരു പാരഗ്രാഫിലെ സെൻട്രൽ ഐഡിയ, ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പാരഗ്രാഫ് ഷുഡ് മാച്ച് ദ ടോപ്പിക് ഓഫ് ദ എൻറ്റയർ ടെക്സ്റ്റ് ഓഫ് ഡോക്യുമെൻ്റ്. അതായത് ആ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിൽ നിന്നുമുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ പറയുന്ന വിഷയം, അതായത് ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ എന്താണോ പറയുന്നത് ആ പറയുന്ന വിഷയവുമായിട്ട് ഈ പാരഗ്രാഫിൻ്റെ ഉള്ളിലെ കേന്ദ്ര ഐഡിയ, സെൻട്രൽ ഐഡിയ മാച്ച് ചെയ്യണം. ഒന്നും കൂടി പറയാം, the central idea of the paragraph should match ചെയ്യണം എന്തുമായിട്ട്, the topic of the entire text of document. അപ്പോൾ നമ്മളെ മൊത്തത്തിലുള്ള ആ ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റാണ് ടെക്സ്റ്റ് ഓഫ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടെക്സ്റ്റ് അപ്പോൾ നമുക്ക് തൽക്കാലം അതൊരു എസ്സേ ആയിട്ട് കരുതാം. അപ്പോൾ ഒരു എസ്സേ ആവും, ടെക്സ്റ്റ് ഓഫ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എസ്സേ ആണ്. അപ്പോൾ ആ എസ്സേയുടെ ഉള്ളിൽ വരുന്ന ഐഡിയ എന്താണെങ്കിലും ആ ഐഡിയയുമായിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ പാരഗ്രാഫിലെയും സെൻട്രൽ ഐഡിയ മാച്ച് ചെയ്യണം. കാരണം ആ പാരഗ്രാഫുകളെല്ലാം ഈ എസ്സേയുടെ ഭാഗമല്ലേ. കാരണം അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദ എൻറ്റയർ ടെക്സ്റ്റ് ഓഫ് ഡോക്യുമെൻ്റ്. കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതാണ്. അപ്പോൾ ഇൻ എ വെൽ റിട്ടൺ പാരഗ്രാഫ്, ഒരു നന്നായിട്ട് എഴുതിയ ഒരു പാരഗ്രാഫ്, ഒരു നല്ലൊരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഓൾ സെൻറ്റൻസസ് വുഡ് ബി കണക്റ്റഡ് ടു ഈച്ച് അതർ. ഒരു നല്ലൊരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര വരികളുണ്ടോ ആ വരികളെല്ലാം എന്തായിരിക്കും, പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ദ സെൻറ്റൻസസ് ദാറ്റ് ഫോളോ ദ ടോപ്പിക് സെൻറ്റൻസ് ഷുഡ് സബ്സ്റ്റാൻഷിയേറ്റ് ദ ടോപ്പിക്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടായിരിക്കും. ആ ടോപ്പിക് സെൻറ്റൻസിനെ ഫോളോ ചെയ്യുന്ന മറ്റു സെൻറ്റൻസുകൾ എല്ലാം ടോപ്പിക് സെൻറ്റൻസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് സെൻറ്റൻസിൽ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യത്തെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഇപ്പോൾ ഒരു പാരഗ്രാഫിനുള്ളിലെ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനസംഖ്യ വർധനവിനെ കുറിച്ചാണ് ടോപ്പിക് സെൻറ്റൻസ്. അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന ബാക്കി സെൻറ്റൻസുകൾ എന്തെന്നെ പറയണം, ആ ജനസംഖ്യാ വർധനവ് കാണിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സെൻറ്റൻസ് ആവണം. ഒരിക്കലും ആ വാചകത്തെ കോൺട്രാഡിക്റ്റ് ചെയ്യാൻ, എതിർക്കാൻ പറ്റില്ല. ദ ടോപ്പിക് സെൻറ്റൻസ്, അപ്പോൾ ടോപ്പിക് സെൻറ്റൻസ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ പാരഗ്രാഫിനുള്ളിൽ ഒരു ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടായിരിക്കും. ഈ ടോപ്പിക് സെൻറ്റൻസ് കംസ് അറ്റ് ദ വെരി ബിഗിനിങ്, എപ്പോഴും ആ ഒരു പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കും.
ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ ടോപ്പിക് സെന്റൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഒരു പാരഗ്രാഫിലെ എപ്പോഴും ഒന്നാമത്തെ വരി തന്നെ ടോപ്പിക് സെന്റൻസ് ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടോപ്പിക് സെന്റൻസിനെ പരിചയപ്പെടുത്തുന്ന ഒന്നോ രണ്ടോ വരികൾ ചിലപ്പോൾ പാരഗ്രാഫിന്റെ തുടക്കത്തിൽ വരും. അപ്പൊ അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ടോപ്പിക് സെന്റൻസ് പറയാം. ചിലപ്പോൾ ടോപ്പിക് സെന്റൻസ് മിക്കവാറും എങ്ങനെ തന്നെ വരും, ഒരു പാരഗ്രാഫിന്റെ വെരി ബിഗിനിങ്ങിൽ തന്നെ വരും. അതുപോലെ തന്നെയാണ് ദ കൺക്ലൂഷൻ കംസ് അറ്റ് ലാസ്റ്റ്. അതേപോലെ തന്നെയാണ് ഒരു കൺക്ലൂഡിങ് സെന്റൻസും ഉണ്ടായിരിക്കും. ആ സെന്റൻസ് വരുന്നത് അവസാനമായിരിക്കും. എ പാരഗ്രാഫ് ഷുഡ് ബി കോംപ്രിഹെൻഡ്. കോംപ്രിഹെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ എ പാരഗ്രാഫ് ഷുഡ് ബി കോംപ്രിഹെൻഡ് കംപ്ലീറ്റ്ലി ഇൻ ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സേ ആണ്. ആ എസ്സേക്കുള്ളിൽ മൊത്തം 4 പാരഗ്രാഫ് ചേർന്നിട്ടാണ് ഒരു എസ്സേ ഉണ്ടാവുന്നത്. അങ്ങനെയാകുമ്പോൾ ആ എസ്സേയുടെ ഉള്ളിൽ വരുന്ന ഓരോ പാരഗ്രാഫും എന്ത് ചെയ്യണം, തനിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് ഐസൊലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫിന് ആ പാരഗ്രാഫിൻ്റെതായിട്ടുള്ള ഒരു മീനിങ് ഉണ്ടായിരിക്കണം. ഒരിക്കലും ഒരു പാരഗ്രാഫിന് അർത്ഥം കിട്ടാൻ വേണ്ടി ആ പാരഗ്രാഫ് മറ്റു പാരഗ്രാഫുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത്. കാരണം ഒരു പാരഗ്രാഫിന്റെ മീനിങ്, ആ ഒരു പാരഗ്രാഫ് അത് തനിയെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആശയം ഒതുങ്ങിയിരിക്കണം, ഉണ്ടായിരിക്കണം. ദ ഓർഡർ ഓഫ് സെന്റൻസസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വാചകങ്ങളുടെ ക്രമം അല്ലേ. ആദ്യം ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും, അതിനുശേഷം ടോപ്പിക് സെന്റൻസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന സെന്റൻസുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് എന്തുണ്ടാവുക, കൺക്ലൂഷൻ ഉണ്ടാവുക. ഈ ഒരു ക്രമം ഉണ്ടല്ലോ, ഈ ഒരു ഓർഡർ, ദ ഓർഡർ ഓഫ് സെന്റൻസസ് വിത്തിൻ ദ പാരഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പാരഗ്രാഫിനകത്ത് വരുന്ന വാചകങ്ങളുടെ ഓർഡറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വൺ സെന്റൻസ് ഷുഡ് നേച്ചുറലി ലീഡ് ദ അതർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് സ്വാഭാവികമായിട്ടും അടുത്ത സെന്റൻസിലേക്ക് നയിക്കണം. അതായത് ഒരു സെന്റൻസിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കണം അടുത്ത സെന്റൻസ്. ഒരു സെന്റൻസിന് അടുത്ത സെന്റൻസുമായിട്ട് ബന്ധം വേണം. അതായത് ഏതൊരു വാചകവും എന്തിന് അതിന് അനാവശ്യമാണെന്ന് തോന്നരുത്. ഏതൊരു വാചകത്തിനും അതിൻ്റെ മുൻപത്തെ വാചകവുമായിട്ടും അതിന് ശേഷം വരുന്ന വാചകവുമായിട്ടും ഒരു കണക്ഷൻ വേണം. ഒരിക്കലും വെറുതെ എഴുതിയിരിക്കുന്ന പോലെ തോന്നരുത്. അതാണ് വൺ സെന്റൻസ് ഷുഡ് നേച്ചുറലി ലീഡ്. ഒരു സെന്റൻസ് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സെന്റൻസ് റീഡറെ ലീഡ് ചെയ്യണം ടു ദ അതർ, അടുത്ത സെന്റൻസിലേക്ക്. നോക്കൂ ഇനി പാർട്സ് ഓഫ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഒരു പാരഗ്രാഫിനുള്ളത് കേട്ടോ. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ടോപ്പിക് സെന്റൻസ് ആണ്. ഒന്നാമത്തെ ഭാഗം എന്താ? ടോപ്പിക് സെന്റൻസ്. ടോപ്പിക് സെന്റൻസുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞു തരാനുള്ളത്. 1, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സെന്റൻസ് ഓഫ് ദ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിലെ ആദ്യത്തെ വാചകമായിരിക്കും ടോപ്പിക് സെന്റൻസ്. രണ്ടാമത്തേത്, ഇറ്റ് ഷോസ് ദ മെയിൻ ഐഡിയ ഓഫ് ദ സെന്റൻസ്. അതായത് അതില് ആ സെന്റൻസില് ആ പാരഗ്രാഫിലെ പ്രധാന ആശയം ഉണ്ടായിരിക്കും. ഇറ്റ് ഷോസ് ദ മെയിൻ ഐഡിയ ഓഫ് ദ പാരഗ്രാഫ്. ആ പാരഗ്രാഫിനുള്ളിലെ അതിലെ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത് അത് എവിടെ ഉണ്ടായിരിക്കും? ആ വരിയിൽ. ഇറ്റ് ടെല്ലസ് അബൌട്ട്. ആ വരി നമ്മോട് പറയുന്നത് വാട്ട് ദ പാരഗ്രാഫ് ഈസ് അബൌട്ട്. ആ പാരഗ്രാഫ് എന്തിനെ കുറിച്ചാണ്. അവ ചുരുക്കി പറഞ്ഞാൽ ഒരു പാരഗ്രാഫിലെ ടോപ്പിക് സെന്റൻസ് വായിച്ചാൽ തന്നെ ആ പാരഗ്രാഫിൽ എന്തു പറയുന്നു എന്നൊരു ഐഡിയ നമുക്ക് ലഭിക്കും. ഇനി ടോപ്പിക് സെന്റൻസ് കഴിഞ്ഞാൽ, അപ്പൊ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് ഒന്നേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സപ്പോർട്ടിംഗ് സെന്റൻസ് ആണ്. എന്താണ് പിന്നെ വരുന്നത്? സപ്പോർട്ടിംഗ് സെന്റൻസ്. സപ്പോർട്ടിംഗ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് സെന്റൻസിൽ പറഞ്ഞ കാര്യത്തെ ന്യായീകരിക്കാം.
അതായത് ആ പറയുന്ന കാര്യത്തെ പിന്തള്ളുക. ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണങ്ങൾ പറയില്ലേ? കാരണം നമുക്ക് പറയുന്ന കാര്യത്തെ നമുക്ക് തെളിയിക്കണ്ടേ? അപ്പൊ അത്തരത്തില് സപ്പോർട്ടിങ് സെന്റൻസുകൾ, ഇതും 3 കാര്യവും പറയാനുള്ളത്. ഒന്ന്, ദേ ഡെവലപ്പ് ദ ടോപ്പിക് ഐഡിയ പ്രസന്റഡ് ഇൻ ദ ടോപ്പിക് സെന്റൻസ്. ഈ സപ്പോർട്ടിംഗ് സെന്റൻസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ടോപ്പിക് സെന്റൻസിൽ പറയുന്ന ഐഡിയ ഉണ്ടല്ലോ, എന്താണെങ്കിൽ ആ ഐഡിയയെ ഡെവലപ്പ് ചെയ്യാം, മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും. ആ ഒന്നിൽ പറയുന്ന കാര്യം എന്ത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യും. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൂടുതൽ സെന്റൻസുകൾ വേണം. രണ്ടാമത്തെ കാര്യം, they give more information about the topic and develop the paragraph. അതായത് ടോപ്പിക് സെന്റൻസ് എന്താണോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ നൽകാം. അങ്ങനെ എന്ത് ചെയ്യാം? ആ പാരഗ്രാഫിനെ ഡെവലപ്പ് ചെയ്യാം, വലിപ്പം കൂട്ടാം. ഇതാണ് ആരുടെ അടുത്തൊരു ജോലി? സപ്പോർട്ടിംഗ് സെന്റൻസിന്റെ. അതായത് ആ പാരഗ്രാഫിലെ ടോപ്പിക് സെന്റൻസിന്റെ ഐഡിയ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ അതിലൂടെ പാരഗ്രാഫിനെ ഡെവലപ്പ് ചെയ്യാം, വലിപ്പം കൂട്ടാം. മൂന്നാമത്തേത്, ദേ ഗിവ് മോർ ഡേറ്റ ത്രൂ എക്സാമ്പിൾസ്, ചാർട്ട് ആൻഡ് ഡയഗ്രാംസ്. അതായത് ആ ഒരു ടോപ്പിക് സെന്റൻസിൽ പറയുന്ന ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയയെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് ഗ്രാഫുകളോ ചാർട്ടുകളോ ഡയഗ്രാംസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജനസംഖ്യാ കണക്ക് പറയുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ കൂടുതലാണെന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ ജനസംഖ്യയുടെ ഒരു ചാർട്ട് അവിടെ നൽകണം, ഒരു വിവരം നൽകണം, അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? ടോപ്പിക് സെന്റൻസിൽ പറഞ്ഞ കാര്യം എന്താണോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെ ന്യായീകരിക്കുക, അത് ശരിയാണെന്ന് സമർത്ഥിക്കുക, അത് കൂടുതൽ തെളിയിക്കുക. ഇനി കൺക്ലൂഡിങ് സെന്റൻസ് ആണ്. കൺക്ലൂഡിങ് സെന്റൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു വിഷയം അവസാനിപ്പിക്കുമ്പോൾ വരുന്ന വാചകമാണ് ഇത് കൺക്ലൂഡിങ് സെന്റൻസ്, അല്ലെ? കൺക്ലൂഷൻ. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സെന്റൻസ് ഓഫ് ദ പാരഗ്രാഫ്. ആ ഒരു പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്, ഓരോ പാരഗ്രാഫിനും ഒരു തുടക്കമുണ്ട്, ഒരു മധ്യമുണ്ട്, ഒടുക്കമുണ്ട്. തുടക്കം എന്ന് പറഞ്ഞാൽ ടോപ്പിക് സെന്റൻസിലായിരിക്കും. അതിന്റെ മധ്യം, നടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് സെന്റൻസുകളായിരിക്കും. അതിന്റെ ഒടുക്കം, അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കൺക്ലൂഡിംഗ് സെന്റൻസുകളായിരിക്കും. ഇറ്റ് റീസ്റ്റേറ്റ്സ് ദ ടോപ്പിക് സെന്റൻസ്. എന്ത് ചെയ്യും? ആ ടോപ്പിക് സെന്റൻസ് ഉണ്ടല്ലോ, ആ ടോപ്പിക് സെന്റൻസ് അവസാന ഭാഗത്ത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും, ഒന്നുകൂടി പ്രസ്താവിക്കും, റീസ്റ്റേറ്റ് ചെയ്യും, അത് ഒന്നുകൂടി ആവർത്തിക്കും. ഇറ്റ് ആൾസോ സമ്മറൈസസ് ദ മെയിൻ പോയിന്റ്സ് ഇൻ ദ ടോപ്പിക്. മാത്രമല്ല ആ ഒരു പാരഗ്രാഫിൽ പറയുന്ന പ്രധാന പോയിന്റ്സ് ഇല്ലേ, ആ പ്രധാന പോയിന്റ്സുകളെ ഒന്ന് ചുരുക്കി പറയും, ഒന്ന് സമ്മറൈസ് ചെയ്യും. എവിടെ? ആ ഒരു കൺക്ലൂഡിംഗ് സെന്റൻസ് ആൾസോ സമ്മറൈസസ് ദ മെയിൻ പോയിന്റ് ഇൻ ദ ടോപ്പിക്. അതായത് പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണോ അതൊന്ന് അവിടെ എന്ത് ചെയ്യും? ഒന്ന് സമ്മറൈസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കൺക്ലൂഡിംഗ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതായത് മുകളിലൊന്നും പറയാത്തൊരു കാര്യത്തെ എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. മുകളിലൊന്നും പറയാത്തത് ഒരിക്കലും ഇവിടെ പറയാൻ പാടില്ല. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെ എന്ത് ചെയ്യുക? ഒന്ന് സമ്മറൈസ് ചെയ്യുക കേട്ടോ. നോക്കൂ, അടുത്തത് വരുന്നത് കൾച്ചറൽ അവയർനെസ് ആണ്. കൾച്ചറൽ അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കാരത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകും. ഇത് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ഈ ഒരു കൾച്ചറൽ അവയർനെസ് ഇല്ലാതെ പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇത് ഇന്ത്യയാണ്, അമേരിക്ക അല്ല എന്നൊരു ബോധം വേണം നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ. അമേരിക്കയിലാവുമ്പോഴോ ഇത് അമേരിക്കയാണെന്നുള്ള ബോധത്തോടു കൂടി എന്ത് ചെയ്യണം? ഇടപെടണം. ഇത് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? നമുക്ക് ഇവിടെ നമ്മുടേതായൊരു സംസ്കാരമുണ്ട്, അവിടെ അവരുടേതായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു സ്ഥലം മാറുന്നതിനനുസരിച്ച് സംസ്കാരം എന്ത് ചെയ്യും, മാറും എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഇൻ അഡീഷൻ ടു ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉണ്ടല്ലോ, അവയ്ക്ക് പുറമെ അടിസ്ഥാനപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ 4 എണ്ണമാണ്. ഏതൊക്കെയാ 4 എണ്ണം? മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവയ്ക്ക് പുറമെ ഏതൊക്കെയാണ് ഈ അവ എന്ന് പറഞ്ഞവ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇവയ്ക്ക് പുറമെ വി ക്യാൻ ഡെവലപ്പ് ദ 5th സ്കില്ല്. നമുക്ക് 5ാമത്തെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 5ാമത്തെ, നമ്മൾ 6th സെൻസ് എന്ന് കേട്ടില്ലേ, അതുപോലെ ഇവിടെ 5th സ്കില്ലാണ് 5ാമത്തെ സ്കില്ല്. ദാറ്റ് ഈസ് ഏതാ 5ാമത്തെ സ്കില്ല് എന്നറിയോ? അതായത് ഈ 4 എണ്ണം ഉണ്ടായാൽ പോരാ, കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഒരു 5ാമത്തെ സ്കില്ല് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് കൾച്ചറൽ അവയർനെസ്. അതാണ് 5ാമത്തെ സ്കില്ല്. കാരണം നമുക്ക് എന്ത്, എപ്പോൾ, എവിടെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സംസ്കാരം കൂടി മനസ്സിലാവണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. കൾച്ചർ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. അതായത് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാ പരിശീലനം. ഭാഷ പഠിക്കുന്നതിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ്, ഒരു അവിഭാജ്യ ഘടകമാണ് ഇത് കൾച്ചർ. ഭാഷ പഠിക്കുമ്പോൾ കൾച്ചർ നിർബന്ധം. കൾച്ചർ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭാഷാ പഠനം നടക്കൂല. അതാണ് ഇൻറ്റഗ്രൽ പാർട്ട്. ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ് എന്തിൻ്റെ? ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ്റെ, ഭാഷാ പഠനത്തിൻ്റെ. ഇനി നോക്കൂ, ടു ടീച്ച് അബൌട്ട് കൾച്ചർ, സംസ്കാരത്തെക്കുറിച്ച്, കൾച്ചറിനെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലേണിംഗ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ. ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ പഠിക്കുന്ന പോലെ അല്ല കൾച്ചറിനെ കുറിച്ച് പഠിക്കുക. കൾച്ചറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലേണിംഗ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ. ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ പഠിക്കുന്നതിൽ നിന്നും തികച്ചും ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തമാണ് എന്ത്? സംസ്കാരത്തെ കുറിച്ചുള്ള പഠനം. എന്താ കാരണം? ടു അണ്ടർസ്റ്റാൻഡ് അവർ സോഷ്യൽ സറൗണ്ടിങ്സ്. അതായത് സംസ്കാരം പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? സംസ്കാരം എന്താന്ന് പഠിക്കണമെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് അവർ സോഷ്യൽ സറൗണ്ടിങ്സ്, നമ്മളുടെ സാമൂഹിക ചുറ്റുപാട്. എന്താ ഈ സാമൂഹിക ചുറ്റുപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേർ വി ലിവ്, നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നുള്ള സാമൂഹിക ചുറ്റുപാട് ഈസ് ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു വ്യക്തിയുടെ കൾച്ചർ എന്ന് പറയുന്നത് അയാൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ, അതാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം മാറുന്നതിനനുസരിച്ച് കൾച്ചർ മാറണം, അല്ലേ? ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്, നമ്മളെ നാട്ടിൽ, ഇന്ത്യയിൽ നമ്മൾ മറ്റൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പരിചയം കാണിക്കാൻ ഷെയ്ക്ക് കൊടുത്തിട്ടാണ്, അല്ലേ? ഇന്ത്യയിൽ അല്ലേ? എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ലല്ലോ. 2 ആളുകൾ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കല്ലല്ലോ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചു കാലം അമേരിക്കയിൽ താമസിച്ചു. അവിടുന്ന് നമ്മൾ സുഹൃത്തിനെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആലിംഗനം ചെയ്യും. അവിടുത്തേതായ രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ ആ പരിചയം കാണിക്കും. അത് നമ്മളൊരു 5-6 വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ആ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് അമേരിക്കയാണ്, ഇത് ഇന്ത്യയാണെന്നുള്ള ബോധം വേണം. അപ്പം അതാണ് പറയുന്നത്, കൾച്ചർ അറിയുന്നതിന് ടു അണ്ടർസ്റ്റാൻഡ് അവർ സോഷ്യൽ സറൗണ്ടിങ്സ്, ദാറ്റ് മീൻസ് വേർ വി ലിവ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഡെവലപ്സ് അവർ കൾച്ചർ. അപ്പം നമ്മളെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് അതാണ്. അത് മീൻസ് നമ്മൾ എവിടെ താമസിക്കുന്നു. ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെയൊക്കെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ വീടാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മളെ വീട്ടിലല്ലേ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൽ നിന്നും ആ വ്യക്തിയുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നു. ഇനി മാത്രമല്ല, ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. സ്ഥലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളെ സംസ്കാരത്തിലും മാറ്റം വരും, അല്ലേ? ഇപ്പം അതന്നെ നമ്മൾ പറയുന്നത്, എൻ്റെ സംസ്കാരത്തെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്, എൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്.
എൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതെൻ്റെ കുടുംബ പശ്ചാത്തലമാണ്. കാരണം അവിടെ നിന്നും എനിക്ക് എന്താണോ കിട്ടുന്നത്, എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ സഹോദരി ഇവരിൽ നിന്ന് എന്താണോ കിട്ടുന്നത്, ഞാൻ എന്ത് കാണുന്നു അതായിരിക്കും എന്നിൽ നിന്നും മറ്റുള്ളവർക്കും കാണാൻ കഴിയുക. കൾച്ചർ ഈസ് ഫ്ലൂയിഡ് ആൻഡ് കനോട്ട് ബി ഡിഫൈൻഡ്. അതായത് കൾച്ചർ എന്നുള്ളത് ഒരു ഫ്ലൂയിഡ് പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഭാഗത്ത് നിശ്ചലമല്ല, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കൾച്ചർ, അല്ലേ? പക്ഷെ എന്നാൽ വേറസ് കനോട്ട് ബി ഡിഫൈൻഡ്, നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു സംസ്കാരത്തെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പോലും അതിനെ നമുക്ക് ഒരു പ്ലേസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പം എന്താ പറയുന്നത്, കൾച്ചർ ഒരു ഫ്ലൂയിഡ് ആണ്, കനോട്ട് ബി ഡിഫൈൻഡ്, വേറസ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ആർ കോൺക്രീറ്റ്. എന്നാൽ അതുപോലെയല്ല വൊക്കാബുലറിയും ഗ്രാമറും. വൊക്കാബുലറിയും ഗ്രാമറും കോൺക്രീറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിശ്ചലമാണ്. അതിനെന്തുണ്ട്, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് വൊക്കാബുലറി, ഇതാണ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റമില്ല, സ്ഥിരമാണ്, സ്ഥായിയാണ്, അത് പെർമനൻ്റ് ആണ്, സ്റ്റേബിൾ ആണ്, സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ള അർത്ഥം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ വീടിൻ്റെ റൂഫ് കോൺക്രീറ്റ് അല്ല ഉദ്ദേശിച്ചത്. അതായത് അത് കോൺക്രീറ്റ് ആണെന്ന് പറയുമ്പോൾ അത് സ്ഥായിയാണ്, സ്റ്റേബിൾ ആണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ലേണർ ഷുഡ് ഹാവ് ദ എബിലിറ്റി. ലേണർക്ക്, അതായത് പഠിക്കുന്ന ആൾക്ക് കഴിവുണ്ടായിരിക്കണം, എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ്, അതായത് കൾച്ചറിനെ വേർതിരിക്കാൻ, ഡിസ്റ്റിംഗ്വിഷ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി ആക്സെപ്റ്റ് കൾച്ചറൽ റിലേറ്റിവിറ്റി. അപ്പം എന്താ പറയുന്നത്, നമ്മൾ കൾച്ചർ, അല്ലേ, കൾച്ചറിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണം. ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേർതിരിക്കുക, അത് വേർതിരിച്ച് കാണാൻ പറ്റണം. ഇത് മലയാളിയുടെ സംസ്കാരമാണ്, ഇതെന്താണ് മറ്റു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇത് തമിഴ്നാട്ടുകാരുടെ സംസ്കാരമാണ്, ഇത് കന്നഡക്കാരുടെ സംസ്കാരമാണ്, ഇത് തെലുങ്ക് സംസാരിക്കുന്നവരുടെ സംസ്കാരമാണ്. ഈ തരത്തിൽ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അൾട്ടിമേറ്റ്ലി അന്തിമമായിട്ട് പറയുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം നമുക്ക് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. എന്ത്, അത് ദെയർ വേ ഓഫ് കൾച്ചർ, അത് അവരുടെ സംസ്കാര രീതിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. കാരണം എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു, നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കരുത്. അപ്പോൾ സംസ്കാരം എന്നുള്ളതിനെ നമുക്ക് എന്തിന് കഴിയണം, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി ആക്സെപ്റ്റ് കൾച്ചറൽ റിലേറ്റിവിറ്റി. ആ ഒരു കൾച്ചറൽ റിലേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കാരം എന്നുള്ളത് അത് ആപേക്ഷികമാണ്, അല്ലേ? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, മറ്റു സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ നാഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇനി കൾച്ചറൽ അവയർനെസ്. എന്താണ് കൾച്ചറൽ അവയർനെസ്? സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്കൂ, കൾച്ചറൽ അവയർനെസ് റെഫേഴ്സ് ടു ദ ഫോളോയിങ് എബിലിറ്റീസ്. താഴെ പറയുന്ന കഴിവുകൾ. ഈ താഴെ പറയുന്ന എബിലിറ്റീസ് എനിക്കുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് കൾച്ചറൽ അവയർനെസ് ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്കൊരു കൾച്ചറൽ അവയർനെസ് വേണം. അതിന് നമുക്ക് എന്തെല്ലാം കഴിവ് വേണം? ഒന്ന്, ദ എബിലിറ്റി ടു പെർസീവ് ആൻഡ് റെക്കഗ്നൈസ് കൾച്ചറൽ ഡിഫറൻസസ്. സംസ്കാരത്തിലെ വൈവിധ്യങ്ങൾ, സംസ്കാരത്തിലെ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള കഴിവ്. ഇതാണ് ഒന്ന്. അതായത് സംസ്കാരങ്ങൾ, നമ്മളുടെ ഈ ഭൂമി ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ അനേകം സംസ്കാരങ്ങളുണ്ട്, അല്ലേ? പല കൾച്ചേഴ്സ് ഉണ്ട്. ഇത്തരത്തിൽ പല കൾച്ചേഴ്സ് ഉണ്ടെന്ന് ബോധ്യപ്പെടാനും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്. അപ്പം എന്താ, പെർസീവ് ചെയ്യാം. വ്യത്യസ്ത കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെന്ന് പെർസീവ് ചെയ്യുക, ആ ഒരു ധാരണ ഉണ്ടാവുക. കാരണം ആ ഒരു ചിന്ത നമുക്ക് വേണം, എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. രണ്ടാമത്തേത്, എബിലിറ്റി ടു ആക്സെപ്റ്റ് കൾച്ചർ
കൾച്ചറൽ ഡിഫറൻസസ്, അതാണ് രണ്ടാമത്തേത്. കൾച്ചറൽ ഡിഫറൻസസ് ആക്സെപ്റ്റ് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മളത് ഉണ്ട് എന്ന് നമുക്കൊരു ബോധം, പെർസീവ് ചെയ്തു, ബോധം വന്നു. രണ്ടാമത്തേത് അത് ഉൾക്കൊള്ളുക, അംഗീകരിക്കുക, അതാണ് രണ്ടാമത്തെ അംഗീകരിക്കുക. മൂന്നാമത്തേത് എബിലിറ്റി ടു അപ്രിഷിയേറ്റ് ആൻഡ് വാല്യൂ കൾച്ചറൽ ഡിഫറൻസസ്. കൾച്ചറൽ ഡിഫറൻസസ് സംസ്കാരത്തിലെ വ്യത്യാസത്തെ, വൈവിധ്യത്തെ വാല്യൂ ചെയ്യാം, അതിനെ വിലമതിക്കുക, അതുപോലെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാം. അപ്രിഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ചത് മറ്റു സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാനും റെസ്പെക്റ്റ് ചെയ്യാനുള്ള കഴിവ്. കാരണം എൻ്റെ മാത്രം സംസ്കാരം ഉണ്ടായാൽ പോരാ, അവരുടെ സംസ്കാരവും വേണം, അത് അവർക്ക് ഫോളോ ചെയ്യാനും പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വാല്യൂ ചെയ്യാം. ദാറ്റ് മീൻസ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, വേണ്ട പരിഗണന കൊടുക്കുക. ഈ 3 കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൾച്ചറൽ അവയർനെസ് ഉണ്ട്. ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, അതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ബൈലിംഗലിസം. എന്താണ് ബൈലിംഗലിസം? അതുപോലെ തന്നെ മൾട്ടിലിംഗലിസം. നോക്കൂ, ബൈലിംഗലിസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ എബിലിറ്റി ടു സ്പീക്ക് 2 ലാംഗ്വേജസ്, എണ്ണം കൂടാൻ പാടില്ല, എബിലിറ്റി ടു സ്പീക്ക് 2 ലാംഗ്വേജസ്, 2 ഭാഷ സംസാരിക്കാനുള്ള കഴിവ്. 2 ഭാഷ, അത് ഇംഗ്ലീഷും മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, 2 ഭാഷ സംസാരിക്കാനുള്ള കഴിവ്. ഇറ്റ് ഈസ് അക്വയർഡ് ഏർലി ബൈ ചിൽഡ്രൻ in the regions where adults speak 2 or more languages. അതായത് കുട്ടികൾ ഈ കഴിവ് വളരെ നേരത്തെ തന്നെ കുട്ടികൾ ഇത് അക്വയർ ചെയ്യും. ഇത്തരത്തിൽ 2 ഭാഷ സംസാരിക്കാനുള്ള കഴിവ് കുട്ടികൾ വളരെ നേരത്തെ തന്നെ അക്വയർ ചെയ്യും. കുട്ടികൾ എവിടെ? എല്ലായിടത്തും താമസിക്കുന്ന കുട്ടികളല്ല, പിന്നെ എവിടെ? ഇൻ ദ റീജിയൻസ് വേർ അഡൽട്സ് സ്പീക്ക് 2 or more ലാംഗ്വേജസ്. അതായത് ആ ഒരു പ്രദേശത്തെ മുതിർന്ന ആളുകൾ 2 അതിലധികമോ ഭാഷ സംസാരിക്കുന്ന സ്ഥലമാണെങ്കിൽ, അതായത് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ നമ്മൾ 2 or 2 കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കുട്ടികളും വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? 2 അതിൽ കൂടുതലോ ഭാഷ സംസാരിക്കാൻ തുടങ്ങും. കാരണം ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് പഠിക്കും. അത് മനുഷ്യൻ്റെ ഒരു ജന്മനാലുള്ള ഒരു ശേഷിയാണത്, ഒരു ഇൻബോൺ ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. ഇനി ദ എബിലിറ്റി ടു സ്പീക്ക് 2 or more ലാംഗ്വേജസ് ഈസ് മൾട്ടിലിംഗലിസം. 2 or 2 കൂടുതലോ ഭാഷകൾ സംസാരിക്കാം. 2 or 2 കൂടുതലോ ഭാഷ സംസാരിക്കുന്ന ആ ഒരു കഴിവാണ് മൾട്ടിലിംഗലിസം. നേരെ ശ്രദ്ധിക്കുക, 2 or more ലാംഗ്വേജസ്, അങ്ങനെ തന്നെ പറയണം. ഇനി ട്രാൻസ്ലേഷൻ. എന്താ ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് എന്താ? ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലേക്ക് മാറ്റി എഴുതാം, അല്ലെങ്കിൽ മലയാളത്തിലുള്ളത് ഹിന്ദിയിലേക്ക് മാറ്റി എഴുതാം, അല്ലെങ്കിൽ ഹിന്ദിയിലുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതാം എന്നുള്ള ട്രാൻസ്ലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ശരിക്കും അത്ര മാത്രമല്ല. എന്താ ട്രാൻസ്ലേഷൻ? ട്രാൻസ്ലേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ ബൈലിംഗൽ സൊസൈറ്റി. ബൈലിംഗൽ സൊസൈറ്റിയിൽ, അപ്പോൾ എന്താ കുട്ടികളെ ബൈലിംഗൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 2 ഭാഷ സംസാരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന സമൂഹം. ഇത്തരം ഒരു ബൈലിംഗൽ സൊസൈറ്റിയിൽ ട്രാൻസ്ലേഷന് വളരെ വലിയ റോളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ ഇതൊരു ബൈലിംഗൽ സൊസൈറ്റിയാണ്. ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തിന് ചിലപ്പോൾ മലയാളം അറിയണ്ടാവില്ല. അപ്പോൾ അവിടെയാണ് ട്രാൻസ്ലേഷൻ്റെ പ്രാധാന്യം. It can construct a bridge between 2 languages. ട്രാൻസ്ലേഷൻ 2 ഭാഷകൾക്കിടയിൽ ഒരു പാലം പണിയുന്നു. കൺസ്ട്രക്റ്റ് ബ്രിഡ്ജ് ബിറ്റ്വീൻ 2 ലാംഗ്വേജസ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവിടെ പണിയുന്ന ബ്രിഡ്ജ്, പാലം ഉണ്ടല്ലോ, ആ പാലം
രണ്ട് ഭാഷകളെ തമ്മിൽ മാത്രമല്ല ബന്ധിപ്പിക്കുന്നത്. ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സംസ്കാരങ്ങളെ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കി. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലിയല്ല. അതുകൊണ്ട് തന്നെ സ്കിൽഫുൾ ട്രാൻസ്ലേറ്റേഴ്സ്, നല്ല കഴിവുള്ള ട്രാൻസ്ലേറ്റേഴ്സിന് സ്കിൽഫുൾ ട്രാൻസ്ലേറ്റേഴ്സ് ആർ നീഡഡ് ഫോർ ട്രാൻസ്ലേഷൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇഫക്റ്റീവായ രീതിയിൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ് തന്നെ വേണം. അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വെറും കേവലം ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റമല്ല, മറിച്ച് ഒരു സംസ്കാരത്തിൽ നിന്നും മറ്റൊരു സംസ്കാരത്തിലേക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ദ ട്രാൻസ്ലേറ്റേഴ്സ് റിക്വയർ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ട്രാൻസ്ലേറ്റേഴ്സ്, അവർക്ക് അത്യാവശ്യമാണ്. എന്തത്യാവശ്യമാണ്? ടു പൊസസ് എ തറോ അണ്ടർസ്റ്റാൻഡിങ്, അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ഓഫ് ബോത്ത് ദ സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ. അതായത് ഏത് ഭാഷയാണോ അവരെ കയ്യിലുള്ളത് അതാണ് സോഴ്സ് ലാംഗ്വേജ്, അതിന് ഏതിലേക്കാണോ മാറ്റുന്നത് അത് ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പൊ എന്താ പറയുന്നത്, കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് വേണം. എന്തിനെ കുറിച്ച്? ബോത്ത് ദ സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ, സോഴ്സ് ലാംഗ്വേജിനെ കുറിച്ചും അതിൻ്റെ കൾച്ചറും അവരുടെ സംസ്കാരവും അറിയണം. അത് ജസ്റ്റ് ഭാഷ അറിഞ്ഞാൽ പോരാ. ഇംഗ്ലീഷ് അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷിൽ നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോരാ, അവരുടെ കൾച്ചറും കൂടി അറിയണം. ഒന്നിൻ്റെ മാത്രം അറിഞ്ഞാൽ പോരാ. ഇത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബോത്ത് രണ്ടിൻ്റെയും വേണം. അതായത് സോഴ്സ് ലാംഗ്വേജും അതിൻ്റെ കൾച്ചറും അറിയണം. അതുപോലെ തന്നെ ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ. ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏത് ലാംഗ്വേജിലേക്കാണോ മാറ്റുന്നത്, ആ ലക്ഷ്യം വെക്കുന്ന ഭാഷ, ആ ഒരു ലാംഗ്വേജും അതിൻ്റെ കൾച്ചറും അറിയണം. അപ്പൊ ഇത് അത്തരം ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അതായത് ഒരു ട്രാൻസ്ലേറ്റർ അറിയണമെങ്കിൽ രണ്ട് ഭാഷ അറിഞ്ഞാൽ മാത്രം പോരാ, ആ രണ്ട് ഭാഷയുടെ സംസ്കാരം കൂടി എന്ത് ചെയ്യണം, അറിയണം. മാത്രമല്ല ദേ ക്യാൻ യൂസ്, ഇത്തരം ട്രാൻസ്ലേറ്റേഴ്സിന് യൂസ് മോർ വേർഡ്സ്, അവർക്ക് കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. ചേഞ്ച് ദ വേർഡിങ് ഓഫ് എ ഹോൾ പാരഗ്രാഫ്, ഒരു മൊത്തം പാരഗ്രാഫിലെ വാക്കുകളുടെ ക്രമീകരണം, ദാറ്റ് ഈസ് വേർഡിങ്. ഒരു മൊത്തം പാരഗ്രാഫിലെ വാക്കുകളുടെ ക്രമീകരണത്തെ മാറ്റാം, അതിൻ്റെ അറേഞ്ച്മെന്റ് മാറ്റുകയൊക്കെ ചെയ്യാം. ബട്ട് ഷുഡ് സ്റ്റിക്ക് ടു ദി മീനിങ് ഓഫ് ദി ഒറിജിനൽ. പക്ഷെ ആ ഒറിജിനൽ ഉണ്ടല്ലോ അതിൻ്റെ അർത്ഥത്തിൽ സ്റ്റിക്ക് ചെയ്യണം, മാറാതെ നിൽക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റർക്ക് മോർ വേർഡ്സ് ഉപയോഗിക്കാം, അതിൻ്റെ വേർഡിങ് മാറ്റാം. വേർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിൻ്റെ ഓർഡർ, ക്രമം, അതിൻ്റെ പാറ്റേൺ ഒക്കെ മാറ്റാം. പക്ഷേ ആ ഒരു ഒറിജിനലിൻ്റെ മീനിങ് എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പറ്റില്ല. ഷുഡ് സ്റ്റിക്ക്, മാറാതെ നിൽക്കണം. സ്റ്റിക്ക് ചെയ്യാന്ന് ഒട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവാൻ പാടില്ല. ദ മീനിങ് ഓഫ് ദി ഒറിജിനൽ. ഇനി നോക്കൂ, തൗസൻഡ്സ് ഓഫ് കൾച്ചേഴ്സ് എക്സിസ്റ്റ് അറൗണ്ട് ദ വേൾഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ലോകത്തിൽ ആയിരക്കണക്കിന് സംസ്കാരങ്ങളുണ്ട്. സോ മെനി ലാംഗ്വേജസ്, ഒരുപാട് ഭാഷയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോസ്റ്റ് പീപ്പിൾ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്, തോട്ട്സ്, ഫീലിങ്സ് മോർ ഇഫക്റ്റീവ്ലി. എന്നാൽ അധികം ആളുകളും അവരുടെ ചിന്തകളും ഇമോഷൻസും ഫീലിങ്സും എല്ലാം ഫലപ്രദമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ദയർ നേറ്റീവ് ലാംഗ്വേജ്, അവരുടെ നേറ്റീവ് ലാംഗ്വേജിലാണ്. നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവരുടെ മാതൃഭാഷ. അവരേത് പ്രദേശത്താണോ ജനിച്ചു വളർന്നത് ആ പ്രദേശത്തെ ഭാഷ, ആ ഭാഷയിലായിരിക്കും ദാൻ അതർ ലാംഗ്വേജസ്, മറ്റു ഭാഷകളെക്കാൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനൊരു ഇൻ്റർവ്യൂവിലോ മറ്റോ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം എനിക്ക് എന്തും പറയാൻ പറ്റുക എന്തിലായിരിക്കും, എൻ്റെ
മദർ ടങ്, എൻ്റെ മാതൃഭാഷയിലായിരിക്കും, മലയാളത്തിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ തോട്ട്സ്, അയാളുടെ ഫീലിങ്സ്, അതുപോലെ തന്നെ അയാളുടെ ഇമോഷൻസ് വളരെ ഇഫക്റ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് അവരുടെ നേറ്റീവ് ലാംഗ്വേജിലായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം. അതോടൊപ്പം തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.